എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ ആക്ച്വലി എന്താണെന്നറിയോ, ഞാൻ പോലും നമുക്ക് മടി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആകാൻ നമുക്ക് പല കാര്യം നേടിയെടുക്കുന്നതിൽ നമുക്ക് മടി ഒഴിവാക്കണം അല്ലേ. ഇതിന് മുന്നേ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്കും നല്ല രീതിയിൽ മോർണിംഗിൽ ഉറങ്ങാറില്ല. അതായത് മോർണിംഗിൽ ഉറങ്ങാറില്ല, ഏറ്റവും നേരത്തെ എണീറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് വർക്കൗട്ട് ആയിക്കോട്ടെ, വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഉറങ്ങാതെ മാക്സിമം നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യാൻ നോക്കും. ഈ രാവിലെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ് സത്യം പറയാൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യേണ്ടി കണ്ടിന്യൂസ്ലി അത് ഡിസ്കണ്ടിന്യൂഡ് ആയി പോയിരുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ കൂടുക എന്നുള്ളത്. ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പല കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്താൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്കത് എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിക്കോട്ടെ, പല കാര്യങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സത്യം പറഞ്ഞാൽ ഈ ഓട്ടം ഞാൻ ഏകദേശം ഒരു കണ്ടിന്യൂസ്ലി തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടോ. കാരണം നമ്മൾ ഡെയിലി ഓടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി അടിപൊളിയാണ്. അത് മറ്റൊരാളെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താ പറയുക, പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കൂടുതൽ പുഷപ്പ് ഇടാൻ വേണ്ടി പറ്റും. ആരുടെ മുന്നിൽ എനിക്ക് എന്തും ചെയ്യാൻ റെഡി ആവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ എന്താണെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ അത് കുറേ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഇപ്പം തന്നെ കരച്ചു പോയി. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നിങ്ങൾ രാവിലെ ഒരു 2 റൗണ്ടെങ്കിലും നിങ്ങൾ ഓടേ നടക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം തന്നെ കുഴങ്ങിട്ടോ. ഇപ്പോൾ ഒരു 4 റൗണ്ട് ഓടിട്ടോ. 4 റൗണ്ട് ഓടി. എൻ്റെ അമ്മ എന്തൊരു കഥപ്പാന്നറിയോ. ഇപ്പം ഞാൻ ഈ ഓടുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള തന്നെ ഒരു ഗ്രൗണ്ടാണ്. അൽഹുദ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ NSCT സ്കൂൾ എന്ന് പറയും. ഈ ഒരു ഓട്ടം ഓടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇനി വർക്കൗട്ട് ചെയ്യാണ്ട് ആ ജിമ്മിന് പോയി വന്ന ആ സമയത്തിന് ശേഷം പിന്നെ കാര്യങ്ങളും എന്താ വെച്ചാൽ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് തുടങ്ങി. പിന്നെ ജിമ്മിൽ എന്നും പോവുക, നമ്മൾ ഡെയിലി റുട്ടീനാണല്ലോ. നമ്മൾ ഡംബിൾസും കാര്യങ്ങളും എടുക്കുക, താഴെ വെക്കുക, മേലെ വെക്കുക, ഇങ്ങനെ ഉള്ള റുട്ടീൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു കരിയർ ബ്രേക്ക് അവിടെ ആ ജിമ്മിലെ ആക്ടിവിറ്റീസ് അവിടെ നിർത്തി. കാരണം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു മെച്ചില്ല എന്നല്ല, ബോഡി ഡെവലപ്പായി കൊണ്ടുപറ്റും. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 20-25 പുഷപ്പ്, മാക്സിമം 20 പുഷപ്പാണ് ഇന്ന് പറ്റുള്ളൂ. കാരണം അതിന് മേലൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും പറ്റണമെന്നില്ല. ഇന്നത്തെ വർക്കൗട്ട് ഏകദേശം കഴിഞ്ഞു. നമുക്കിന്ന് പുള്ളപ്പ് ചെയ്ത്, പുഷപ്പ് ചെയ്ത്, ജമ്പിങ് ചെയ്ത്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് നമ്മൾ ചെയ്യാനേ പറ്റുള്ളൂ. മറ്റേത് നമ്മുടെ ബോഡിയെ പറ്റ വീക്കൗട്ടായി പോകും. കാരണം നമുക്ക് ഭയങ്കര ക്ഷീണവും മേലും കൈയും വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ ഓടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാക്സിമം നിങ്ങൾ ഓടുക. എന്നിട്ട് ആ ഒരു 2 കിലോമീറ്ററിനെ ഒരു 1 വീക്കിലേക്ക് വീണ്ടും ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴക്ക് കുറയും. പുതിയ എന്താ പറയുക, ഒരു എനർജി എവിടെ നിന്നൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഫോൺ പോലും ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇത് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ നമുക്ക് കുരക്കുന്ന പട്ടി എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമുക്ക് എൻ്റെ ഓഫീസ് പർപ്പസിന് വേണ്ടി വാങ്ങിയൊരു ഫോൺ മാത്രമാണിത്. എന്താ പറയുക, അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും എടുക്കാനും അങ്ങനെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോണാണ് വാങ്ങിയത്. പക്ഷേ ഇത് നൈറ്റിലേക്ക് നമ്മളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഓഫീസിൽ നമുക്കൊരു അടിപൊളി വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൊണ്ട് വാല്യൂ ഇല്ല. അത് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നില്ല. അതിനൊക്കെ സെപ്പറേറ്റ് ക്യാമറ ഒക്കെ തന്നെ വേണം. മോർണിംഗിലേക്ക് വരികയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. 40 Pro ഏറ്റവും ബെസ്റ്റാണ് ഞാൻ പറയുള്ളൂ. മോർണിംഗിൽ ഈ ഒരു കൾച്ചർ എടുക്കാനാണെങ്കിലും വേറെ എന്ത് കാര്യം എടുക്കാനും 40 Pro അടിപൊളിയാണ്. നിങ്ങൾക്ക് ലൈറ്റിലൊക്കെ ഷൂട്ട് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ 40 Pro ഞാൻ സജസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ എടുക്കരുതെന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് വെറുത്താവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ പേജും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പല കാര്യങ്ങളും ഇന്ന് നല്ല വീഡിയോസ് ഇടണമെന്നുണ്ട്. മാക്സിമം ലെങ്ത് ഞാൻ കുറക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ശരി.